സ്വയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ 3 വർഷമായി ദുരിതക്കിടക്കയിലാണ് തൊടുപുഴ ഞറുകുറ്റി സ്വദേശി അനന്തകൃഷ്ണന്റെ ജീവിതം. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ വീഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം തകർത്തത്. ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ നിന്നും ജീവിതം തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് അനന്തകൃഷ്ണൻ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു തൊടുപുഴ ഞറുകുറ്റി സ്വദേശി അനന്തകൃഷ്ണൻ. 3 വർഷം മുമ്പാണ് ജീവിതം അടിമുടി മാറിയത്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴുണ്ടായ വീഴ്ച, അതോടെ ജീവിതം കിടക്കയിലായി. നട്ടെല്ലിനുണ്ടായ ക്ഷതത്തിന് 6 മാസത്തെ ചികിത്സ. ഇതിനുശേഷം 2 കാലും നിവർത്താൻ കഴിയാതെ വന്നു. പുറടിച്ചാണ് വീണിട്ട് 2-3 ഹോസ്പിറ്റലിൽ പോയി. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സർജറി നടന്നത്. പുറത്തൊരു ഇൻഫെക്ഷൻ ഉണ്ട്, ഞരമ്പിനൊരു ചതവ് പറ്റി. അത് ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇൻഫെക്ഷനായി. പിന്നെ കാൽ രണ്ടും കുഴഞ്ഞു കിടപ്പായിപ്പോയി. ഒരു ശസ്ത്രക്രിയയിലൂടെ അനന്തകൃഷ്ണന് എഴുന്നേൽക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന് 10 ലക്ഷം രൂപ ചിലവാകും. ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യണ്ട. ഇഞ്ചക്ഷൻ പറ്റിയില്ലെങ്കിൽ മെഷീൻ ഉണ്ട്, ഒരു പമ്പ് സർജറി കഴിഞ്ഞിട്ട് വെക്കണം. അതിന് 10 ലക്ഷം രൂപ മുടക്ക് വരുന്നവർ പറഞ്ഞു. അതാണ് ഈ നൂരുന്ന് പറഞ്ഞ കാലം. മസിൽ ഭയങ്കരമായിട്ട് സ്റ്റിഫായി പോയി, ചെറുതായിപ്പോയി മസിൽ. 22 ദിവസം അമൃതയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് ഇനിയും പോകണം. അത് പറ്റിയില്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 10 ലക്ഷം രൂപ മുടക്ക് വരുന്നതാണ്. ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് അനന്തകൃഷ്ണന്റെയും ഭാര്യ മേഘയുടെയും താമസം. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഇവിടേക്കെത്തില്ല. മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ സാമ്പത്തിക ശേഷിയുമില്ല. ചികിത്സ നടത്തണമെങ്കിലും സുമനസ്സുകളുടെ കനിവ് വേണം. നന്മയുടെ കരങ്ങൾ കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് അനന്തകൃഷ്ണൻ. അമൃത ന്യൂസ്, ഇടുക്കി.